ഹായ്, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഇന്നലത്തെ എൻ്റെ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് നമ്മുടെ എൻ്റെ നൈബറും കൂടിയായിട്ടുള്ള ഷെഹീറയാണ്. ഷെഹീറ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ഷെഹീറ. ഹായ് ഓൾ, എന്താണ് വിശേഷം എല്ലാവരുടെയും? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് എൻ്റെ ക്ലാസ്സാണ്. എൻ്റെ പേര് ഷെഹീറ. കുറച്ച് പേർക്കൊക്കെ എന്നെ പേഴ്സണലായിട്ട് അറിയുണ്ടാവും. പിന്നെ കുറേ പേരൊക്കെ അന്ന് സെറിമണിക്ക് കണ്ടിട്ടതായിരിക്കും. പിന്നെ ഇങ്ങനൊരു ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് അവസരം തന്ന അലീം സാറിനും അതുപോലെ ഷാജിദ മാമിനും നന്ദി പറയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും ഇങ്ങനൊരു ക്ലാസ്സിന് അവസരം കിട്ടുന്നു? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സാധാരണ ആ കോഴ്സ് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പായി പോകുന്ന ഒരു ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും നമ്മളെ ചേർത്ത് നമ്മളെ ഒരു ബ്രൈറ്റാക്കി നിർത്താൻ അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് ADHD എന്നൊരു ടോപ്പിക്കാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണിത്. പക്ഷെ അത്രയൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പോണത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു അവയർനെസ് അത്രേ കാണാവൂ ഇതിന്. കാരണം ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഒരു മാസം മുന്നേ ഒക്കെ ആയിട്ട് ADHD എന്നുള്ളൊരു ടേം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഫഹദ് ഫാസിലാണ് അത് പറഞ്ഞത്. ഒരു സ്റ്റേജിൽ എനിക്ക് ADHD ഉണ്ടായിരുന്നു, 40-ആം വയസ്സിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് ADHD. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത്. ഒരു 3 ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് ഇൻഅറ്റൻഷൻ ആയിരിക്കും, അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കും, നല്ല ശ്രദ്ധക്കുറവുണ്ടായിരിക്കും, ഓരോ കാര്യത്തിലും തീരെ ശ്രദ്ധ ഉണ്ടായിരിക്കില്ല, ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ അവർക്ക് കഴിയില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ബുദ്ധിയില്ല എന്നല്ല, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ അറ്റൻഷൻ കുറവായിരിക്കും. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ഒരു ബെഞ്ചിൽ അവർക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. ചില കുട്ടികൾ പറയില്ലേ, എന്തീ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കണ, സ്ഥലം നോക്കിക്കൂടെ, ഏതാ പ്ലേസ് നോക്കിക്കൂടെ, അങ്ങനത്തെ ഒരു പ്രകൃതമായിരിക്കും അവർക്ക്. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ഉണ്ടാക്കിയിട്ട്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുമ്പോൾ നമ്മൾ പാരൻസിന് അതിലേക്കാളേറെ ഡിസ്റ്റർബായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്റ്റർബൻസ് കാണുമ്പോൾ നമ്മൾ പാരൻസിൻ്റെയും അവരെ അടിക്കും. അങ്ങനത്തെ ഒരു അടിയും പ്രശ്നവുമായിട്ട് പാരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്കിടയിൽ ഉണ്ടാവില്ല. പാരൻസ് കരുതും ഇതവർ മനഃപൂർവ്വം ചെയ്യണത്, അവർക്ക് എന്താ മറ്റുള്ള കുട്ടികളെ പോലെ ഒതുങ്ങിയിരുന്നൂടെ എന്നൊക്കെ കരുതും. പക്ഷെ ഇതവർ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല, അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിന്നെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇമ്പൾസിവിറ്റിയാണ്. അതായത് ഒരു പെട്ടെന്നുള്ള ആക്റ്റായിരിക്കും. ഒരു സിറ്റുവേഷൻ നോക്കാതെ ദേഷ്യം വരിക, ക്ഷമയില്ലായ്മ, സാഹചര്യം നോക്കാതെ പെരുമാറുക. നമ്മളെന്തെങ്കിലും ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം, ആരെ എന്തോ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ആ സ്പോട്ടിൽ അവരെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ 3 ലക്ഷണങ്ങൾ. ഇൻഅറ്റൻഷൻ ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഇമ്പൾസിവിറ്റി ഉണ്ടായിരിക്കും. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കരുത് ഇത് ADHD ആണെന്ന്. ഇത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് 2-3 അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രം, പല ടെസ്റ്റുകളിലൂടെയാണ് ഇത് ADHD ആണെന്ന് കൺഫേം ആക്കാം. പിന്നെ കൂടുതലായിട്ട് വേണ്ടത്, ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ പേരൻസിന് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരും പേരൻസും കുട്ടികളോട് ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ബിഹേവിയർ പ്രോബ്ലം വരും. അപ്പോൾ നല്ല ക്ഷമയോടെ വേണം കുട്ടികളായിട്ട് ഇടപഴകാൻ. നിങ്ങൾ കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന ഈ ഹൈപ്പർ ആക്ടിവിറ്റിക്കും അതുപോലെ ഈ ശ്രദ്ധക്കുറവിനും ഒക്കെ നിങ്ങൾ പണിഷ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവർ പേടിച്ചിട്ട് ചിലപ്പോൾ 1-2 ദിവസം അത് അവർ കറക്റ്റ് ചെയ്യും, വീണ്ടും അവരത് വീണ്ടും പഴയ പോലെ. അപ്പോൾ അവരെ നമ്മൾ അടിച്ചിട്ട് ചെയ്യാതെ നല്ല സ്നേഹത്തിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഇതിൽ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നമുക്കിത് ആദ്യം മനസ്സിലാവുക സ്കൂൾ ഏജിൽ ആ ഒരു ടൈമിലായിരിക്കും മനസ്സിലാവുക.
ഇത്തരം കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല മറ്റുള്ള കുട്ടികളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ടീച്ചർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾ കുട്ടികളെ എന്താ പറയും, നിങ്ങൾക്ക് എന്താ മറ്റുള്ള കുട്ടികളെ പോലെ ഇരുന്നൂടെ, നീ എന്തിനാ അങ്ങനെ ഓടിച്ചാടി നടക്കണേ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ ഒരുപാട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും ഇത് റെഡിയാക്കാൻ പറ്റില്ല. പിന്നെ ഇത്ര കുട്ടികൾ എപ്പോഴും മറവിയായിരിക്കും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പെൻസിൽ കളഞ്ഞിട്ടും റബ്ബർ കളഞ്ഞിട്ടും ഒക്കെ വരും. അത് സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരം ADHD ഉള്ള കുട്ടികൾ ഇത് കൂടുതലായിട്ട് കാണിക്കും. അതായത് ദിവസം കളയും എന്ന് പറഞ്ഞാൽ ദിവസം കളയും. കളയാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അതുപോലെ ഇവരുടെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കില്ല. നിങ്ങളൊരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാണ്ട് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ആ കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ തൊട്ടടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക, എന്നാൽ പോലും അവർ വിളി കേൾക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ആ വിളിച്ച ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഏതോ ഒരു ലോകത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ പലപ്പോഴും നിൽക്കും. ചിലപ്പോൾ അവർ ഓവർ തിങ്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധയിൽ അവർ പെട്ടിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ചുറ്റുഭാഗത്ത് നടക്കണതോ ഒന്നും അവർ ശ്രദ്ധിച്ചോളണമെന്നില്ല. ഇത്തരം കുട്ടികൾക്ക് അക്കാഡമിക്കലായിട്ടൊന്നും വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ അവരുടെ കാര്യങ്ങളിൽ ഒന്നും അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ പേരൻസിൻ്റെ അടുത്തു നിന്നുള്ള സ്ട്രെസ്സും അടിയും ബഹളും, അതുപോലെ സ്കൂളിൽ ചെന്നാൽ സ്കൂളിൽ നിന്നുള്ള പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും. എല്ലാം കൂടി ആകുമ്പോൾ കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോവാം. ഡിപ്രഷനിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ഈ കുട്ടികൾ പോവും. അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികളെ അടിച്ചിട്ട് അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാണ്ട് നമ്മൾ ചേർത്ത് നിർത്തുക. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്, എന്താ തോന്നുന്നത്, നിനക്ക് എന്താണ്, നീ വിളിച്ചാൽ കേൾക്കാത്തത്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അത്രയും നമ്മൾ കുട്ടികളായിട്ട് അത്രയും നമ്മൾ ഫ്രണ്ട്ലി ആയാലും അവർ ഓപ്പണാണ്. അവർക്ക് എന്തും പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവരിൽ ഉണ്ടാക്കണം. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളെ ഉമ്മ വയ്ക്കാറുണ്ട്? ഒരു 10 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മ വെക്കില്ല. വലിയ കുട്ടിയായില്ലേ, ഇനി ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഉമ്മ കൊടുക്കണം. നിങ്ങൾ 2 നേരം രാവിലെയും രാത്രിയും ഒക്കെ നിങ്ങളുടെ മക്കൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾ ഉമ്മ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് മക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. ആ ഒരു നമ്മൾ ഒരു ഡിസ്റ്റൻസ് ചില സ്ഥലങ്ങളിൽ വെക്കണം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് ഉമ്മ കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മൾ അവരെ എപ്പോഴും ഉമ്മ കൊടുത്ത് തലോടി. ഇനി ചില ആൾക്കാർ കാണാം, കുട്ടികളെ അടിക്കും. ഇത്തരം ഇഷ്യൂസൊക്കെ കാണിക്കുമ്പോൾ നല്ല അടി അടിച്ചിട്ട് അവർ ഉറങ്ങണ നേരത്ത് പോയിട്ട് ഉമ്മ കൊടുത്ത് തലോടിയിട്ടൊക്കെ നമ്മൾ ചെയ്തതിനുള്ള തെറ്റ് നമുക്കപ്പോൾ ഒരു കുറ്റബോധമൊക്കെ തോന്നും. അവർ ഉറങ്ങണ സമയത്ത് നമ്മൾ എന്തിനാണ് ചെയ്യണം? ഉറങ്ങുമ്പോൾ അവരെ അറിയും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം അവരറിയണം. അവരോട് തന്നെ നമ്മൾ സോറി പറയണം. നമ്മൾ അപ്പോഴത്തെ ദേഷ്യത്തിന് നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പറയണം. നമ്മൾ സോറി പറയണം, നമ്മൾക്കൊന്ന് വന്നു പോയതാണ്. ഞാൻ പറയാറുണ്ട് എൻ്റെ മകൻ്റെ അടുത്തോട്ടാ, പെട്ടെന്നെങ്ങാനും നമ്മൾ കൺട്രോളില്ലാണ്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ സോറി പറയണം. കുട്ടികളുടെ അടുത്ത് എന്തോ സോറി പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആ ഒരു ആക്ഷൻ നമ്മളെ ഭാഗത്തുനിന്ന് വന്നത്. അതുപോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ചെയ്യരുത്, മറ്റുള്ളവർ നിൻ്റെ ബിഹേവിയർ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരെ പോലെ ബിഹേവ് ചെയ്യണം. ഒരു ബിഹേവിയർ തെറാപ്പിയൊക്കെ ADHDക്ക് എന്തായാലും നിർബന്ധമാണ്. ബിഹേവിയർ തെറാപ്പി വേണം. അതുപോലെ ആംഗ്രി ഇഷ്യൂസ് ഉണ്ടാവും. ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര ആംഗ്രി ഇഷ്യൂസ് ഉണ്ടാവും, അത് മാനേജ് ചെയ്യണം. അപ്പം ഇതിന് നമ്മൾ പാരൻസും അതുപോലെ ടീച്ചേഴ്സും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടും ഈ 3 പേരും കൂടിയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഈ കുട്ടിയെ നല്ലൊരു ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പലപ്പോഴും ചിലർ വിചാരിക്കും ഈ ഒരു ADHD ഓട്ടിസമായിട്ട് ബന്ധമുണ്ട്. ഒരു ബന്ധവുമില്ല. ഓട്ടിസം എന്ന് പറയുന്നത് തികച്ചും വേറെയാണ്. ADHD എന്ന് പറയുന്നത് കുട്ടികളുടെ ബുദ്ധിക്കൊന്നും ഒരു കുറവില്ല. അവർക്ക് അശ്രദ്ധയാണ് അവരുടെ പ്രശ്നം. അശ്രദ്ധയും അതുപോലെ ഒതുങ്ങിയിരിക്കായിക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണുള്ളത്. ഇത് നമുക്ക് പല തെറാപ്പികളിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ADHD എന്നുള്ളത് എങ്ങനെ വരുന്നു എന്നുള്ളതിന് ഒരു പ്രത്യേക റീസണൊന്നുമില്ല. ജനറ്റിക്കായിട്ട് വരാം, അല്ലെങ്കിൽ എൻവയോൺമെൻ്റലായിട്ട് വരാം, അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് വരാം. ഇപ്പോഴും ഒരു കൃത്യമായിട്ടൊരു റീസൺ ഇതിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡുകൾ, അതിൽ ചില ഫുഡുകളൊക്കെ ഇവരുടെ ഈ ഹൈപ്പർ ആക്റ്റീവ് ബൂസ്റ്റ് ചെയ്യും.
ചോക്ലേറ്റ്സ്, പ്രിസർവ്ഡ് ഫുഡ്സ്, അതുപോലെ മൈദ അടങ്ങിയ ഫുഡുകൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ പാരൻസ് കാണിക്കേണ്ടതാണ്, ഇത്തരം അടങ്ങിയിരിക്കാത്ത കുട്ടികളെ നമ്മൾ പുറത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം കുട്ടികളെ പുറത്ത് പോവുക അല്ലെങ്കിൽ ഫംഗ്ഷന് കൊണ്ടുപോവുക. അപ്പം നിങ്ങൾ ചെയ്യണ ഒരു തെറ്റെന്താ അറിയോ? അവിടെ പോയി കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോൺ കൊടുക്കും. ആ ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് സംസാരിച്ചു. കുട്ടി അവിടെ ഒരു ഭാഗത്തിരുന്ന് ഫോണാണ്. ഈ ADHD ഉള്ള കുട്ടികൾ ആകെ കൂടി ഇരിക്കണ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഫോണിൻ്റെ TV മുന്നിലാണ്. അല്ലാതെ വേറെ ഒരു പ്ലേസിലും അവർക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോണും TV-യും ഓവറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും? സാധാരണ കുട്ടികൾക്ക് തന്നെ TV-യും ഫോണും യൂസ് ചെയ്താൽ അവരുടെ ബ്രെയിനിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ADHD ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ ഫോണും അല്ലെങ്കിൽ TV ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് അവരുടെ ലക്ഷണങ്ങൾ കൂട്ടേ ഉള്ളൂ. അവരെ ദേഷ്യം ഇരട്ടിക്കും. നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങളുടെ മക്കൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളത് മേടിച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ റിയാക്ഷനും തുടർന്നുള്ള 2 ദിവസത്തെ റിയാക്ഷനും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് കൊടുക്കാതാകുമ്പോൾ താനെ കുറഞ്ഞ് വരും. പിന്നെ കുട്ടികൾ ഈ അക്കാദമിക്കലി ഇത്തരം കുട്ടികൾ ഡൗൺ ആയി വരുമ്പോൾ പാരൻസിന് ഭയങ്കര ടെൻഷനാണ്. ഈ ഒരു മാർക്കുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര അറ്റാക്ക് ചെയ്യൽ തുടങ്ങും ഈ കുട്ടികളെ. എന്നിട്ട് സ്കൂളിലത്തെ ഇരുത്തി പഠിപ്പിച്ച് ഇവർ പേപ്പറിൽ മാക്സിമം 40ൻ്റെ മീതെങ്കിലും മാർക്ക് വാങ്ങിപ്പിക്കാൻ നോക്കും. ഒരു കാര്യമില്ല. ആ ഒരു പഠിപ്പ് കൊണ്ട് അവർക്ക് ഒരു യൂസും ഉണ്ടാകാൻ പോകില്ല. കാരണം ഇത്തരം കുട്ടികൾക്ക് പ്ലാൻ ചെയ്ത് അത് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അവരെ ഓർഗനൈസ് ചെയ്യാനും, അതുപോലെ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ആംഗ്രി ഇഷ്യൂസ് കുറച്ച് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് ബ്രെയിൻ ഗെയിംസ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കുക, ആംഗ്രി ഇഷ്യൂസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ബിഹേവിയർ തെറാപ്പി ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതിന് ഒരുപാട് ടൈം എടുക്കും. ഇതിനു വേണ്ടി ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കാദമിക്കലായിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ ഒരു ടൈമിൽ പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചെറിയ ക്ലാസ് അല്ലേ, നമ്മൾ IS-നൊന്നുമല്ലല്ലോ പഠിപ്പിക്കേണ്ടത്. അല്ല, നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ കിട്ടുന്ന മാർക്കിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒഴിവാക്കി നിർത്തിയിട്ട് സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ 40ൻ്റെ മീതെ അല്ലെങ്കിൽ 50-50 മാർക്ക് വാങ്ങിയിട്ട് വരും. ഒരു കാര്യം ഉണ്ടാവില്ല അതിൽ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കാതെ അവർ തന്നെ പഠിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുള്ള എക്സസൈസുകൾ ചെയ്യുക, ഫോൺ കൊടുക്കാതിരിക്കുക, ബിഹേവിയർ തെറാപ്പി ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ADHDക്ക് ചെയ്യാണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട്. അതൊക്കെ ചെയ്തു വരികയാണെങ്കിൽ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് ഒരു പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ സ്വയം തയ്യാറാവും. കാരണം ഈ ADHD ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് നല്ലൊരു വാശിയുള്ള അല്ലെങ്കിൽ നല്ലൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള കുട്ടികളാണ് അവർ. അവരുടെ മനസ്സിലൊരു ആഗ്രഹം വെച്ച് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് എപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ലക്ഷ്യം വരുന്നത്, ആ ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യും. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ADHD ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മക്കളുടെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അവർ തന്നെ എത്തും. പക്ഷെ അതിനുള്ള സപ്പോർട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. നിങ്ങളിങ്ങനെ അടിച്ചിട്ടും അല്ലെങ്കിൽ അവരെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ കുട്ടി ഇത്രയില്ല, ആ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, നീ എന്താ നീ ഇത്ര വലുതല്ല, അവ എത്ര ചെറുതാണ്, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അവരാകെ ടെൻഷനായിരിക്കും. അവർക്ക് ഈ പഠിക്കാൻ നോക്കുമ്പോൾ തന്നെ ഈ വാക്കുകളായിരിക്കും ഓർമ്മ വരിക. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ നിങ്ങളുടെ ഹെൽപ്പില്ലാതെ, ഇത്തരം കുട്ടികൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ തന്നെ ഫുൾ ടൈം അവർ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും. നിങ്ങളെ വിട്ടിട്ട് അവർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടത്. അല്ലാതെ പേപ്പറിൽ വാങ്ങുന്ന മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കൂടെ ഫുൾ ടൈം ഇരുന്നാൽ എത്ര കാലം നമുക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റും?
അപ്പോൾ അങ്ങനെ നോക്കാതെ നിങ്ങൾ അവർക്കുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫഹദ് ഫാസിലിന്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ADHD ഉണ്ടായിരുന്നു. അതുപോലെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് എഡിസൺ, ഈ ആളുകൾക്കൊക്കെ ADHD ഉള്ള ആളുകളായിരുന്നു. അവർക്കൊക്കെ സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ADHD ഉള്ളതുകൊണ്ട് സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് അവരെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് അവരെ നല്ലൊരു ബ്രൈറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇത്തരം കുട്ടികൾക്ക് സ്ലീപ്പ് ചെയ്യാനൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ലീപ്പ് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഫോണ് TV ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവരെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഉറക്കുക. പിന്നെ നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ട് സ്വന്തമായിട്ട് തീരുമാനിക്കാതിരിക്കുക ഇത് ADHD ആണെന്ന്. നിങ്ങൾ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടെസ്റ്റ് നടത്തിയിട്ട് വേണം ഇത് ADHD ആണെന്ന് പറയാൻ. പല ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ D കുറഞ്ഞാലും അയൺ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ പല ലക്ഷണങ്ങൾ കാണിക്കും. അതിപ്പോൾ ADHDയുടെ ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ലക്ഷണങ്ങളും ഇതുപോലെ ADHDയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് തോന്നാം. ADHD ഉള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ നല്ല ഫുഡുകൾ കൊടുക്കുക. അതായത് ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. അതുപോലെ അവർക്ക് ഒരുപാട് ഗെയിംസ്, ഈ ഹൈപ്പർ ആക്റ്റീവൊക്കെ കുറയ്ക്കണമെങ്കിൽ അവരെ ഫിസിക്കലി ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് കൊടുക്കാം. അതായത് ബോക്സിങ് കൊടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക. അങ്ങനെ അവരെ ഹൈപ്പർ ആക്റ്റീവ്, ഒരുപാട് പിരിപിരിപ്പൊക്കെ അങ്ങനെ ഒഴിവായി കിട്ടും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഒരു കഴിവ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ പ്രശസ്തരായ ആളുകൾ അവരുടെ ആ കഴിവിലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഏതൊരു കുട്ടിക്കും അവരെ ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനു വേണ്ടി സപ്പോർട്ട് കൊടുത്താൽ അവർ ആ ഒരു മേഖലയിൽ വിജയിക്കും. പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ ഈ കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ടാവും, സ്പോർട്സ്, അങ്ങനെയുള്ളതിലൊക്കെ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ ചേർക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ അവർക്ക് കളിക്കാനും ചാടാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ കുറേ പിരിപിരിപ്പ് അങ്ങനെ മാറി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ഗെയിംസാണ് ഇങ്ങനെ കളേഴ്സൊക്കെ കൊടുത്തിട്ട്, പലതരത്തിലുള്ള കളറുകൾ കൊടുത്തിട്ട് ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ആ കളറുകൾ കണ്ടെത്താൻ പറയാം. അതുപോലെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ കൊടുക്കാം. ഇത്ര മിനിറ്റ് ഈ മിനിറ്റിൻ്റെ ഉള്ളിൽ നീ പഠിച്ചിരിക്കണം, ഇത്ര മിനിറ്റ്. അപ്പോൾ ആ ടൈമിന് വെച്ചിട്ട് പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് കുട്ടികൾക്ക് പഠിക്കാതിരിക്കുമ്പോൾ ടൈം വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇത് ഇത്രയൊന്നല്ല, ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേർഷൻ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണം. പിന്നെ ഇതിൽ വേണ്ടത് പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ലിങ്കാണ്. അതായത് കുട്ടികളോടൊപ്പം, കുട്ടികളുടെ ഇടയിൽ കിടന്ന് കുട്ടികളോടൊപ്പം ഇറങ്ങി കളിക്കുക. അതായത് പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഗെയിംസ് കളിക്കാൻ നോക്കുക. നിങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവുക. ഇത് നിങ്ങളിലും ഒരുപാട് മാറ്റം വരുത്തും. പാരൻസ് ഈ ഒരു ഗെയിംസ് കളിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന സ്ട്രെസ്സും അതുപോലെ ദേഷ്യം ഒക്കെ നമുക്ക് ഈ കളിയിലൂടെ തന്നെ നമ്മളിലും ഒരു മാറ്റം വരുന്നത് നമുക്കും മനസ്സിലാവും. പിന്നെ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഈ ADHD ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ വിവാഹ ജീവിതത്തിലായാലും അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മുതിർന്നവരിലും ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ വിവാഹ ജീവിതത്തിലും എടുത്ത് ചാടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക, ദേഷ്യം, അതുകൊണ്ടൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ കരിയറിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലേ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതേക്കുറിച്ചൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അമീർ ഖാനും പിന്നെ ഒരു കുട്ടിയും കൂടിയിട്ടുള്ള ഒരു ഫിലിം. അമീർ ഖാൻ ഒരു ടീച്ചറായിട്ടും ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കി. എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. താരെ ജമീൻ പാർ എന്നാണ് ആ ഒരു മൂവിയുടെ പേര്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. എല്ലാ കുട്ടികളും ഒരേ സിംറ്റംസ് കാണിച്ചോളണമെന്നില്ല. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യ്. ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. സാറ് കേട്ട് കഴിഞ്ഞാൽ പറയുന്നത് കരുതണ്. പിന്നെ എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ അത്